അപ്പോൾ ഇവിടെ പറഞ്ഞ ഒരുത്തം വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഹെഡ് ഷൂട്ട് കളിക്കാനായി. ഇന്നത് രണ്ടാമത്തെ ഞണ്ടാകട്ടെ. ഇത് ഇത് കണ്ട എന്താ കളർ, സെറ്റപ്പ് കളർ, പെയിന്റ് അടിച്ചാണ് പോലെ ഉണ്ട്. കളർ അടിച്ചാണ പോലെ ഇരിക്കണം എന്റെ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും കുഞ്ഞും കൂടിയാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ സ്പോട്ടിൽ ഇന്നലെ ജസ്റ്റ് ഒന്ന് വൈകിട്ട് ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇന്നലെ പ്രദീപച്ചാനും ഞാനും കുഞ്ഞും കൂടി ഇന്നലെ ഇറങ്ങിയത്. അപ്പോൾ ഈ സ്പോട്ടിൽ എന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ വന്ന സമയം ഏകദേശം ഒരു 4:30-5 മണി അടുത്തായിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇരുട്ടൊക്കെ ചെയ്ത കാരണം ഇച്ചിരി ലൈറ്റിംഗ് കുറവായത് കാരണം ഇന്നലെ മീൻ അധികം വലിയ കാര്യമായിട്ട് കിട്ടില്ല. എന്നാലും 1-2 മീൻ നമുക്ക് ഇന്നലെ കിട്ടി, ഒരു ഞണ്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ രാവിലെ ജസ്റ്റ് എങ്ങനെ നോക്കി എങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 11-11:30 ആയിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ. ഇന്നിപ്പോൾ ഞാനും കുഞ്ഞും മാത്രമേ വന്നിട്ടുള്ളൂ, പ്രദീപച്ചാൻ വന്നിട്ടില്ല. പ്രദീപച്ചാൻ്റെ ഒക്കെ വീടിൻ്റെ ഏരിയ തന്നെ ഉണ്ട് സ്ഥലം സ്പോട്ട്. അത് ഇന്ന് കുഞ്ഞും കൂട്ടത്തിലുണ്ട്. കുഞ്ഞോ ഹായ്. കുഞ്ഞിൻ്റെ പഴയ പോളറൈസ്ഡ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടായിരിക്കുന്നത്. കുഞ്ഞ് പറഞ്ഞിട്ട് വാങ്ങിച്ച നല്ല കിഡിലൻ ഗ്ലാസ്സാണത്. അപ്പോൾ ഈ ഗ്ലാസ് വെച്ചിട്ടാണ് കുഞ്ഞു വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്ന സ്പോട്ടിൽ വെള്ളത്തിൻ്റെ കളറുണ്ട്. കാപ്പി തിളപ്പിച്ച് എങ്ങനെ ഇരിക്കും അതുപോലെയാണ് വെള്ളം ഇരിക്കുന്നത്. ഇവിടെ മാത്രമല്ല സ്പോട്ട് ഇതേ ഇവിടെ തോടൊക്കെ ഉണ്ട്, അങ്ങോട്ട് കുറച്ച് അധികം ഏരിയ ഉണ്ട് കേട്ടോ. പക്ഷേ വന്നത് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു മീൻ പോലും ഇതിനെ എത്ര നേരമായിട്ട് കണ്ടില്ല. ഒരു ഞണ്ടിനെ കണ്ടായിരുന്നു, തോടിൻ്റെ അക്കരയിലായിരുന്നു. പക്ഷേ വെള്ളത്തിൻ്റെ അടിയിലാതെ കാരണം 2 ഷൂട്ട് കൊടുത്ത് മിസ്സായി. കാരണം ഞണ്ടിനൊക്കെ കൊള്ളിക്കണം വെച്ചിട്ട് പണിയായി. ഇപ്പോൾ നമ്മൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു തിലോപ്പി പൊങ്ങി മേളിൽ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. എന്തായാലും ജസ്റ്റ് ഇൻട്രഡക്ഷൻ ഷൂട്ടിൽ തന്നെ ഒന്ന് കൊടുത്ത് നോക്കാം നമുക്ക്. പിന്നെ ഒരു തിലോപ്പി വന്നിട്ടുണ്ട്, അത് അനങ്ങാതെ നിന്നോട്ടെ. അയ്യോ താന്നുകളല്ലേ, ആളനങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ താന്നുകളഞ്ഞു. ഭയങ്കര ഹൈഡിങ് ആണ് ഇവിടുത്തെ തിലോപ്പി. അത് കാരണേ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. 1-2 ചിലപ്പോൾ കിട്ടി. ഇന്നലത്തെ ഷൂട്ട് 2 തിലോപ്പി കിട്ടണത് മാത്രമേ കിട്ടുള്ളൂ, ഒരു ഞണ്ടും കിട്ടണ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇന്നും 1-2 മീനെ കൂടെ പിടിച്ചിട്ടായിരിക്കും നമ്മളിന്ന് 2ാമത്തെ ദിവസം ഒരു ഷൂട്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞ ഒരുത്തം വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഹെഡ് ഷൂട്ട് വലിയ മരവിച്ച് അവനവിടെ കിടന്നു. നമ്മൾ ഇൻട്രഡക്ഷൻ എടുത്തോണ്ടിരിക്കുക തന്നെ കണ്ട് കറക്റ്റ് കയ്യിൽ എല്ലാ സാധനം സെറ്റ് ചെയ്തിരുന്ന കാരണം ഇൻട്രഡക്ഷൻ്റെ അവസാനം തന്നെ അവനെ തീച്ച് കണ്ട. ഡെഡ് ഷൂട്ടാണ്, ഹെഡ് എന്ന് പറയാൻ പറ്റില്ല, ഡെഡ് ഷൂട്ട് എന്ന് പറയാം. അവൻ അടിച്ച് മരവിച്ച് വെച്ച് സെൻറ്ററാണ്. ഓ നമ്മുടെ മാജിക് ഡാറ്റായിരുന്നു കണ്ട സാധനം നോക്കിയേ. നമ്മൾ ഇൻട്രഡക്ഷനിൽ തന്നെ ലാസ്റ്റ് സീനിൽ ഒരുത്തനെ കിട്ടി. ഞാൻ ആദ്യം കണ്ടത് ഇവനല്ലായിരുന്നു കേട്ടോ, വേറെ ഒരുത്തന്നെ ഇരുന്നു. പക്ഷെ അവൻ എങ്ങനെയോ നമ്മളെ കണ്ട് മാറിക്കളഞ്ഞു. പക്ഷെ ഇത് എൻ്റെ ഹെഡ് അഴിയണില്ലല്ലോടാ, ഭയങ്കരമായിട്ട് കൈ തെന്നും. ഒന്നാമത്തെ എൻ്റെ കയ്യിൽ ബലം പിടിക്കാനില്ല, എന്നാൽ മുള്ളു കൊണ്ട് എൻ്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കൈ കൊണ്ട് ബലം പിടിക്കാനും പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അഴിച്ച് നല്ലോണം സെറ്റാക്കി വെച്ചതായിരുന്നു, പക്ഷെ എനിക്ക് ബലം പിടിക്കാൻ പറ്റില്ല കൈ കൊണ്ട്. വേണ്ട നമുക്കേ ഇങ്ങനെ വലിച്ച് തന്നെ എടുക്കാം എൻ്റെ മേത്തോടി. ഇതാട്ട് എനിക്ക് ബലം പിടിക്കാൻ പറ്റില്ല കൈ കൊണ്ട്, റെഡി ആയിട്ടില്ല കൈ ഇപ്പോഴും പിടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ ഗൈസ്, ഇതിനെ അഴിച്ച് എടുത്തിട്ട് നമുക്ക് അടുത്ത ഷൂട്ട് കാണാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ തലേ ദിവസം പിടിച്ച മീനിൻ്റെ വീഡിയോ എടുത്തതിൻ്റെ നമുക്ക് കാണിച്ചതിന് ശേഷം ഇന്നത്തെ ഫിഷിങ് കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു. പക്ഷേ നമ്മൾ ഫിഷിങ് തുടങ്ങി നമ്മുടെ ഇൻട്രഡക്ഷൻ എടുത്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ മീൻ കിട്ടി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫിഷിങ് ഫസ്റ്റ് നമുക്ക് കണ്ടതിന് ശേഷം ഇന്നലെ തലേ ദിവസത്തെ വീഡിയോ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ മീൻ ഭയങ്കര ഹൈഡിങ് ആണ്. കാരണം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഷൂട്ട് ചെയ്താൽ കൊള്ളാം. ഇല്ലെങ്കിൽ പിന്നെ പിന്നീട് ഇവന്മാരെ നോക്കുന്ന ചിലപ്പോൾ ഇവന്മാരെ കാണാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കണ്ടപ്പോൾ തന്നെ ഷൂട്ട് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചേരം കൂടെ നോക്കാം. ഓക്കെ, ഇന്നത് 2ാമത്തെ ഞണ്ടാകട്ടെ. ഇത് മാജിക് ഡാറ്റ ആയതുകൂടെ കൊണ്ട് തന്നെ സാധനം തകടം മറിഞ്ഞു പോയിട്ട് സാധനം ചെതറിപ്പോയത് കാണാൻ പറ്റുന്നുണ്ടോ നന്നായിട്ട്? ചത്ത ഞണ്ടര അടിച്ചെടുത്ത പോലെ ആയിപ്പോലാണ്. ഡെഡിലി ഷൂട്ടായി പോട്ടെ, ഓൺ ദ സ്പോട്ടാണ്. നോക്കി കാണിച്ചു കൊടുത്തേ കണ്ടാ,
അവൻ വരുന്ന വഴിക്ക് ഇന്നലെ കൊണ്ടുതന്നെ സെയിം അതേ സ്പോട്ട് തന്നെ അല്ലേ? റെഡ്. ആ ഈ സൈഡ് തന്നെ കറക്റ്റ് അതേ. എന്റെ ഇവിടത്തെ കാലൊടിഞ്ഞോട്ടുണ്ടല്ലോ രണ്ടെണ്ണം. ആ അത് വളർന്ന് വന്നതേ ഉള്ളൂ. നോക്കി കുഞ്ഞൻ കാല ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ കാല് വളർന്നു വരുന്നത്. കണ്ണൻ അങ്ങനെ ഉണ്ടോ? എൻ്റെ ഇച്ചിരി ഇതേ പൊങ്ങി പൊങ്ങി കണ്ട മിന്നണുണ്ട് കണ്ണ്. കണ്ണ് മിന്നണുണ്ട് കണ്ട കണ്ട. കണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധനം കണ്ടിരിക്കും. അങ്ങനെ പിരിക്കാൻ വെച്ചവൻ കണ്ട. ഡെഡില് ഷൂട്ടായി പോട്ടാ. ഇനി ഒന്നും ചെയ്യാം. ഇനി കടിക്കൊന്നുമില്ല. കടിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റൂല. വേണ്ട വേണ്ട ഭാഗ്യപരീക്ഷണം വേണ്ട. നമുക്ക് അഴിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും രാത്രി പുറത്തെടുക്കാം. അപ്പം ഞണ്ടെന്ന് പറയാൻ പറ്റിയില്ല. ഞാനൊരു ആമേനെ എന്തൊരു അനക്കം കണ്ട് വെട്ടെന്നൊന്ന് നോക്കണം കേട്ടോ. ഒരു ആമ പൊങ്ങിയിട്ട് ഓടിയതായിരുന്നു. അപ്പം അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവനെ കണ്ടത്. കിട്ടില്ലെന്നൊരു സാധനം ഇരുന്ന്. ഇന്നലെ കൊണ്ട് നമ്മൾ കറി വെച്ച് കേട്ടത്. ഇന്ന് ഇതിനെ കുഞ്ഞിന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ കളിയാണോ അവിടെ? ഒരു പേരമരം ഉണങ്ങിയിട്ട് എൻ്റെ കൊമ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അതിലിത് കുഞ്ഞിരുന്ന് ആടിക്കളിക്കുവാണ്. അപ്പോൾ അതെ ഞാനിവിടെ വേറൊരു സംഭവം കൂടെ കണ്ടു കേട്ടോ. ആ സമയത്ത് ഇത് കണ്ടു. ഈ ഒരു ചെറിയൊരു ചെടിക്കകത്തിരിക്കുന്ന പുഴുവിനെ കണ്ടു. ഇഷ്ടം പോലെ പുഴുവെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട്. 1-2 അല്ല, ഒരു 3-4 ഞാൻ കണ്ടു. ശരിക്കും ഒന്ന് കാണിച്ചത് ഈ പുഴു എന്ത് തരത്തിലുള്ള വിഭാഗത്തിൽപ്പെട്ടതെന്ന് അറിയില്ല. പക്ഷെ നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട്. പിന്നെ സൂമിങ് വെർഷനിൽ ചെയ്തിട്ട് ഇതിന് നല്ല ക്ലിയർ ആവുന്നില്ല. ഇത് കണ്ട ഒന്നല്ലത് അപ്പുറത്തെ കൊമ്പിലൊക്കെ ഇരിപ്പുണ്ട്. ഇവിടേക്ക് ഇരിക്കുന്നുണ്ട് കാണാം. എല്ലാ സ്ഥലത്തും നിറച്ചിരിപ്പുണ്ട് പുഴു. ഒരു ചെറിയൊരു മരമാണ്. അത് ചെറിയൊരു പച്ചയാണ്. ആ പച്ചയിലെ മൊത്തം അവൻ തിന്നിട്ടുണ്ട് അല്ലേ? നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട്. ആ അതെ, തലയുടെ ഭാഗത്തും ഇച്ചിരി വണ്ണം ഉണ്ടല്ലേ. അത് നല്ല സ്റ്റൈലുണ്ട് കാണാൻ. എൻ്റെ തലയാക്കി കാണാൻ. വലുതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഓടി വന്ന കാരണം അധികം ടൈറ്റ് ഇല്ല. അയ്യോ പൈക്കല്ലടാ. അയ്യോ ഉണ്ട് ഞാൻ പറഞ്ഞ വലുതാണ്. ആ വലുതാണ്. എന്റെ പൊന്നെ സാധനം 1 kg സൈസാണ് കേട്ടോ. സൈസ് തോന്നിയില്ലല്ലോ കണ്ടിട്ട്. വെള്ളത്തിന്റെ ഡീപ്പറായിരുന്നു സാധനം. സൈസ് ഇത് കണ്ട. മുട്ടുകൈന്റെ അടുത്ത് വരെ ഉണ്ട് വെച്ചിട്ട്. ഞാൻ പറഞ്ഞ വലിയ സാധനം ഓക്കെ. ജസ്റ്റ് ഇതായിരുന്നു കേട്ടോ. നല്ല ഡീപ്പറായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ നല്ലോണം ഫൈറ്റിങ് അധികം ഉണ്ടായിരുന്നില്ല. കാരണം അവൻ ഓടി നമ്മുടെ നേർക്ക് തന്നെ പൂരുമായിരുന്നു. അയ്യോ പെൺതിലോക്കെ ഒരു 3 നാളിലും ഉണ്ടായിരുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? 3 നാളിലും ഉണ്ടായിരുന്നു. നമ്മളെ ഒരെണ്ണത്തിനൊക്കെ ഷൂട്ട് ചെയ്തതാണ്. ആദ്യം നിന്നേച്ചതിൻ്റെ അപ്പുറത്ത് നിന്നേച്ച അവനാണ് ഈ അടി കൊണ്ടത്. എല്ലാം നേരെ നിന്ന കാരണം ഞാൻ വിട്ടു കൊടുത്തതാണ്. നേരെ ഏതെങ്കിലും ഒരെണ്ണത്തിന് കിട്ടുമെന്നുള്ളൊരു ഇതിലടിച്ച് വിട്ടത്. ഇപ്പം ഇതിൻ്റെ മുന ഒന്ന് കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇപ്പം ഒന്ന് ഷാർപ്പിങ് ആക്കി ആക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ത്രൂ ആയിട്ടായിരിക്കണം. കണ്ട ആ ഒരു മുഴപ്പ് മാറിയിട്ട് കറക്റ്റ് ഷാർപ്പിങ്ങിലാണ് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ കൊണ്ടാലും പാസ് ചെയ്ത് കയറുന്ന രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ 1 kg അല്ലേടാ? 1 kg അല്ല 2 kg ആണ്. 2 kg എന്നല്ല 1 kg സൈസ്. മാക്സിമം പോയി കഴിഞ്ഞാൽ 800-900 ഉണ്ടാവുള്ളൂ. ചെല്ലി മറ്റേ സാധനം കയറി വന്നുണ്ടത്. ചെല്ലി പാറ്റ മുട്ടയല്ല. അതായത് ഈ പുല്ലിൻ്റെ ഈ കാണുന്ന പുല്ലിനകത്തുള്ള പൊടി പോലത്തെ സാധനം കണ്ട. പൊട്ടാത്ത ഈ പുല്ല് കണ്ട. ഈ പുല്ലിൻ്റെ ഈ സാധനം കണ്ട. ആ സാധനമായിരിക്കണം അതിൻ്റെ അകത്ത് കണ്ട. അടി കൊണ്ട് അത്ര ലോങ് എന്നിട്ട് അവർക്ക് അടി കൊണ്ട്. പക്ഷെ വലിച്ചോണ്ട് ഓടണുണ്ട് കേട്ടോ. ഇങ്ങോട്ടാണ് ഓടി വന്നത്. ഒരെണ്ണതിൽ കിഴക്കോട്ട് വലുത്. ഒരുത്തം ദേവ് ഓടി ഇവിടെ വന്നത്. എല്ലാവരും ഇങ്ങോട്ട് ഓടി വന്നത് അടി കൊണ്ട് കഴിയുമ്പോൾ അത് എനിക്ക് ചുറ്റണ്ട് വരികയല്ലോ. ഫൈറ്റ് ഒന്നും ഇല്ലാണ്ടാ പോകുന്നത്. ഇത് സൂപ്പർ. ഇത് അതിനേലും കുറച്ചുകൂടെ ചെറുതാ.
ഇതും പെണ്ണ് തന്നെയല്ലോ. ഇതിന് പെണ്ണിന് എല്ലാം പെണ്ണിന്. ആ ഇതിന് കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ എന്റെ വായിൽ കുഞ്ഞുങ്ങളുണ്ട്. കാണാനില്ലല്ലോ. എന്റെ വായിൽ ഇതേ കുഞ്ഞുങ്ങളുണ്ട്. ഇതേ കുഞ്ഞുങ്ങൾ മൊത്തം ദേ താഴത്തോട്ട് വീണത് ഇവിടെ കിടന്ന് കിടക്കണുണ്ട്. പൊടി പൊടി പോലത്തെ കുഞ്ഞുങ്ങൾ കണ്ടാ. കൂട്ടമായിട്ട് നടക്കണ കുഞ്ഞുങ്ങളുമായിട്ട് നടക്കണ നമുക്കറിയില്ലല്ലോ കുഞ്ഞുങ്ങളുണ്ടായില്ലെന്ന്. ഒരു കൂട്ടമായിട്ട് നടക്കണ കാരണേ നമുക്കറിയാൻ പറ്റില്ല. വേറെ ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നു. അവന് ഇച്ചിരി കൂടെ വലുതായിരുന്നു കേട്ടോ. പൊട്ടിക്കുഞ്ഞ് മുട്ട വിരിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവനെ നമുക്ക് അഴിച്ചെടുക്കാം. എന്റെ അമ്മോ കൊടുത്തിട്ടേക്കട്ടെ ഞാൻ. എന്തായാലും ഇന്നലെ വന്നതിനും കൂടുതൽ മീനായിട്ടുണ്ട്. ഇന്നിപ്പോ പകല് വെട്ടം വീണ സമയത്ത് വന്നേക്കണോണ്ട് തന്നെ നമുക്ക് 3 തിലോപ്പി ഒരു ഞണ്ടുമായി. ഇന്നലെ 2 തിലോപ്പി ഒരു ഞണ്ടു അല്ലേ. ഇന്നത്തെ എന്തായാലും കുഴപ്പമില്ല. ജലദോഷം ഉണ്ടോ കുഞ്ഞിന്? മൂക്കടപ്പുണ്ട്. രാത്രി മൂക്കടപ്പുണ്ട്. രാത്രി ഞാൻ സൗണ്ട് ഒന്നും കേട്ടില്ല. മൂക്കടപ്പുണ്ട്. അപ്പൊ ഇവനെ നമുക്ക് ഇടാല്ലേ. നോക്കി സൈസ് നോക്കി ഉണ്ടാ സൈസ്. അപ്പൊ 3ാമത്തെ തിലോപ്പി നമ്മുടെ. ഓക്കെ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ മൊത്തം ഈ ഏരിയയിലുള്ള ഫുള്ള് ഏരിയ കറങ്ങിയാൽ ബാക്കി ഇവിടെ മാത്രമേ മീനെ കണ്ടുള്ളൂ കേട്ടോ. ബാക്കി ഇവിടെ തന്നെ നിന്നാൽ മതിയാവും അല്ലേ. ഓക്കെ എന്നാ നമ്മൾ ഇന്നലെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡീപ്പ് ഡാറ്റ ഇട്ടുണ്ടെന്ന് വെച്ചാൽ സാധാ ലോക്കില്ലാത്ത ടൈപ്പ്. ഇന്ന് നമ്മൾ മാജിക് ഡാറ്റ ഇട്ട കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ചേർമീനെ നമ്മൾ കണ്ടത്. കാരണം അതിൽ ലോക്കില്ല, ഓട്ടോമാറ്റിക്കലൊന്നും ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് ഓട്ടോമാറ്റിക്കൽ ലോക്കുള്ള നമ്മുടെ ഡീപ്പ് ഡാറ്റ് നമ്മുടെ മാജിക് ഡാറ്റ എടുത്ത് ഇട്ടത് ഇന്ന്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ 3 തിലോപ്പി ഒരു ഞണ്ടും കിട്ടി നമുക്ക്. ഇന്നലെ നമുക്ക് 2 തിലോപ്പി ഒരു ഞണ്ടുമാണ് കിട്ടിയത്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് നേരം ഈ സ്പോട്ടിൽ നിന്ന് തന്നെ ഈ ഒരു കണ്ടത്തിൽ നിന്നാണ് കിട്ടിയത്. പക്ഷേ അങ്ങോട്ടൊക്കെ 2-3 കണ്ടും തോടക്കുണ്ട്. അവിടേക്ക് എല്ലാം പോയിട്ട് ഒരെണ്ണം പോലും മീനെ വന്ന് കണ്ടില്ല. ഇവിടെ നിന്ന് തന്നെ കണ്ടതിനിപ്പോൾ ഒരു 2 എണ്ണത്തോളം മിസ്സായി. ബാക്കി 3 എണ്ണം നമുക്ക് കിട്ടി. കണ്ടതിൽ മിസ്സായില്ല. 3 എണ്ണം നമുക്ക് കിട്ടുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പാടം കൂടെ ഉണ്ട്. അവിടെ ഏറ്റവും കയറിയിട്ട് ഇപ്പോൾ വെള്ളം ഇറങ്ങുന്ന സമയമാണ്. അവിടെ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചിലപ്പോൾ മീൻ കാണുന്നൊരു സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് അവിടെയും കൂടെ നോക്കിയിട്ട് പോകാം. എന്തായാലും ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യണില്ല. അവിടെ ചെന്നിട്ട് നമുക്ക് വീഡിയോ എന്തെങ്കിലും കൂടെ കിട്ടുമെന്നുണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ഫിഷിങ് ചെയ്തിട്ട് അവിടെ വെച്ച് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും സ്പോട്ടിലേക്ക് പോകാം നമുക്ക് നെക്സ്റ്റ്. ഓക്കെ അപ്പോൾ കുഞ്ഞു പോയാലാണ്ട്. ഓക്കെ പൊക്കോ അവിടെ പോയി കിടന്നു. ഞങ്ങൾ ഫിഷിങ്ങിന് വന്ന് പൊക്കോടാ ഓടാ അവിടെ പോയിക്കോ. പേടിക്കണ്ട അത് ഇങ്ങോട്ട് വരില്ല. കിണ്ണൻ അട്ടിപ്പ് ചൂട്ടത്. കിണ്ണൻ അട്ടിപ്പ് ചൂട്ടത്. അതുകൊണ്ടാ അത്ര ലോങ് നിന്നവനെ അടിയിൽ കൂടിയാണ് വന്നോണ്ടിരുന്നത്. എന്നിട്ടും കറക്റ്റായിട്ടുണ്ട്. റെഡാണ് റെഡ്. പക്ഷെ പാസ് ചെയ്ത് കയറിയിട്ടില്ല. ലോക്കലിന്റെ ഡാറ്റ കാരണം ഞാൻ അധികം കേറിയിട്ടില്ല. സാധനം എനിക്ക് ഹെഡല്ല അതിന്റെ ഏതോ മുള്ളു ഭാഗത്തെവിടെയാണ് കയറിയാക്കണത്. സെന്റർ മുള്ളിലെവിടെയാണ് കയറിയാക്കണത് എനിക്ക് തോന്നുന്നു. അവനധികം ഓട്ടമില്ലാണ്ട് കിടക്കണത് കൊണ്ട് ആ സെന്റർ മുള്ളിലാ സെന്ററിലാണ് ഉണ്ടാകണം. അതുകൊണ്ടാണ് അധികം ഫൈറ്റ് ചെയ്യാണ്ട് പോകുന്നത്. ഇവിടെ ഹെവിയാണോ? ഇതാണ് ചെറുത്. ഇതാണ് വീതിയുണ്ട്. എടാ എരുമക്കൂട്ടാ ഇത് കണ്ടാ ഈ സാധനത്തിനെ പിടിക്കാൻ വന്ന എടാ സാധനം എങ്ങനെയുണ്ട്? എടാ ഞാൻ പറഞ്ഞില്ലേ ഡാട്ട് ആ നടുമുള്ളിൽ കൊണ്ട് നിൽക്കുമതെ 2 എൻഡും ലോക്കിന്റെ അപ്പുറം ഇപ്പുറം തന്നെയുണ്ട്. ഇതൊന്ന് പതിയൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ നേരെ പോലും ഇത്ര കയറിട്ടുള്ളത് കണ്ടേ. അത് പാമ്പും കൂടെ കൂണെന്ന് പറയും. മഷ്റൂം ഈ മീൻ ആദ്യം കാണിച്ച നമ്മളെ എന്നാലും വന്നപ്പോൾ തന്നെ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദ്യത്തെ മീൻ 2-3 എണ്ണം ഷൂട്ട് ചെയ്തിട്ടോ. കാരണം ഇവിടെ വെള്ളം വെച്ചിട്ട് ഓറഞ്ച് കളർ വെള്ളം എന്ത് ഈ പൂഴി വെള്ളം ഇവിടെ നിന്നൊക്കെ ഒഴുകി വന്നാന്ന് എനിക്ക് തോന്നുന്നു റോട്ടിൽ നിന്ന് കേട്ടോ. എന്തായാലും കിട്ടിയ തിലോപ്പി നല്ല അടിപൊളി ഒരു റെഡ് തിലോപ്പി. ഏകദേശം ഒരു 400 ഗ്രാം സൈസ് കാണുള്ളൂ കേട്ടോ. അധികം ഹെവി അല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇവനെ അങ്ങോട്ട് മാറ്റിയിടാം. സഞ്ചിത അപ്പുറത്ത് തന്നെ ഉണ്ട്. എന്നാലും ഇവനെ അങ്ങോട്ട് ഇടുവാണെങ്കിൽ ഇന്ന് കാല് വെച്ചൊന്ന് നോക്കണം എങ്ങനെയുണ്ട്. അപ്പൊ താൻ പറഞ്ഞ ചെറുതാണെന്ന് പറഞ്ഞ് പിടിച്ചപ്പോ ഞാൻ കണ്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല വലുതാണെന്ന്. രണ്ടാഴ്ച വരെ അപ്പൊ നമ്മുടെ അവിടെ നിന്നുള്ള സ്പോട്ടിൽ നിന്ന് മാറിയിട്ട് അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ വന്നതാണ്. അപ്പോൾ ഇതാണ് ഈ സ്പോട്ടിലെന്ന് പറഞ്ഞാൽ കുറച്ച് ഏരിയകൾ കേട്ടോ. ഇവിടെ നിന്ന് ഈ കാണുന്ന ചുറ്റുകൾ മാത്രമേ ഉള്ളൂ. കണ്ടോ അങ്ങോട്ട് നീളമുണ്ട്. പക്ഷേ ഈ വീട് ഈ പൊളിഞ്ഞ വീടിൻ്റെ അപ്പുറത്തേക്ക് ചെറിയൊരു ഇടവഴി ഉണ്ട്. പക്ഷേ ഇച്ചിരി പുല്ല് പിടിച്ചതാണ്. അപ്പം കുഞ്ഞുനായിട്ട് അങ്ങോട്ട് പോക്ക് അടയ്ക്കില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ നോക്കാം. അങ്ങോട്ട് നോക്കട്ടെ വഴി നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും കൂടെ നോക്കാട്ടോ. കുറച്ചേരം ഇവിടെ നോക്കാം. എന്തായാലും ഇവിടെ ഇച്ചിരി കുഴിവെള്ള സ്ഥലം കാരണം ഇവിടെ തന്നെയാണ് കൂടുതൽ മീൻ ആക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ എന്തായാലും കുറച്ചേരം നോക്കി നിൽക്കാം.
റെഡായിന്നാ അടിച്ചടിച്ചടിച്ചടി ഓ കൊണ്ടുവരാ കൊണ്ടുവരാ. എന്റെ പൊന്നെ, ആ സ്ഥലത്ത് തന്നെ സെയിം അവിടെ നിന്ന് ഓടി 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 ഒരു ഒരുക്കം ചെന്ന് കൊള്ളൂലെന്ന് വിചാരിച്ചാണ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിയിലായിരുന്നു അതും സ്ഥാനത്ത് തന്നെ അടി കൊണ്ടാക്കണം. അത് അനങ്ങിയിട്ടില്ല. അടിച്ച് നേരെ മേളിൽ ചുണ്ടുമ്പോക്ക് വന്നിട്ട് നേരെ താഴോട്ട് തന്നെ വീണു പോയി. അയ്യോ, കലക്കൻ ഷൂട്ടായിരുന്നു കേട്ടത്. വലിക്കണുണ്ടോ നല്ലായിട്ട്? വലിക്കണുണ്ടോ? വലിക്കണില്ല. അവൻ അടിയിൽ മുട്ടി ചെളിയിൽ തറഞ്ഞു തറഞ്ഞു തറഞ്ഞാ വന്നെ. പൊങ്ങണില്ല താഴ്ത്തുന്നത്. വലുതാണ് കേട്ടാ. ആ ഇത് വെറുതെ അല്ല പോകാൻ. ഇത് കണ്ട ഹെഡ് ഷൂട്ടാണ്. ഇത് സെയിം അല്ലേ? സെയിം വലിപ്പം തന്നെ. അതേ വീതി അതേ പൊക്കം തന്നെ. എന്റെ ദൈവമേ, ഇവിടെ ആദ്യം തന്നെ വന്നാ കൊള്ളായിരുന്നല്ലേ. പക്ഷെ അവിടെ വെള്ളം കണ്ടപ്പോ ഞാൻ ഓർത്ത് കലക്കലാന്ന് ഓർത്തത്. ഇവിടെ പക്ഷേ ഇത് ഈ ലോക്കറിന് ഉള്ളിലായിപ്പോയില്ലടാ. നമുക്ക് അല്ലാണ്ടൊരു രക്ഷയില്ല. ഇത് ഇച്ചിരി ഇച്ചിരി ഉള്ളിലായിപ്പോയി. ആ ഓക്കെ പോന്നു. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ. ഇച്ചിരി വെളുത്തതാണ്. അത് ആമ്പിലോപ്പ് തന്നെയാണ് കേട്ടോ. ഒരു ലോക്ക് ഉള്ളിലായിപ്പോയതുകൊണ്ട് ഇച്ചിരി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു. കുഴപ്പമില്ല. ഞാനതേ സാധനത്തിന് കാണിച്ചു കൊടുത്തു. നമ്മുടെ രണ്ടാമത്തെ ഡെഡ്ലി ഷൂട്ടാണ്. ഇത് ഹെഡ് ഷൂട്ടായിരുന്നു. ഇവിടെ കൊണ്ടിട്ട് നേരെ ഇവിടെ ഇരുന്ന് ആട്ടിൻ്റെ എൻ്റെ ഒന്നിന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ മന്നിച്ചു പോരെ. അടിപൊളി. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടിൽ വന്നിട്ട് എന്തായാലും മോശമായില്ല. ഇപ്പം ഞാനോർത്ത് അവിടെ നിന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മീനൊന്നും കിട്ടിയാൽ ഇവിടെ വെച്ച് തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്തിട്ട് പോകേണ്ടി വരും ഞാൻ ഓർത്ത. കാരണം വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഇങ്ങോട്ട് നടന്നിട്ടാണ് നമ്മൾ ഈ സ്പോട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടി വെച്ചെടുത്ത് നീ നടന്നു വരുന്ന വെള്ളം ഇങ്ങോട്ട് വരുന്നത് തോടുണ്ട് ആ സൈഡിൽ കൂടെ. അതിൻ്റെ സൈഡിൽ കൂടെ നടന്ന് നമ്മൾ ഈ സ്പോട്ടിൽ വരെ എത്തിയത്. തോട്ടിൽ മൊത്തം കലക്കായിരുന്നല്ലോ കുഞ്ഞു നമ്മൾ വരുമ്പോൾ. ആ ഫോണിൻ്റെ കവർ ആർക്കും അറിയാൻ പറ്റില്ല. നമ്മൾ ഫോണിൽ വീഡിയോ എടുത്തിരിക്കുമ്പോൾ എങ്ങനെ ഫോണിൻ്റെ കവർ കാണണം. മറ്റേ പൂഴിവെള്ളം കലങ്ങിയ ഓറഞ്ച് അല്ലേ? ഓറഞ്ച് വെള്ളം. താൻ സർവത്ത് എന്നൊക്കെ പറയാണ്ടായിരുന്നല്ലോ. ആ അപ്പോൾ അതേപോലത്തെ വെള്ളമായിരുന്നു. അപ്പോൾ ഞാനും ഓർത്ത് പാടത്ത് വരുമ്പോൾ നമ്മുടെ പാടത്തും അതേപോലത്തെ വെള്ളമായിരിക്കും എന്ന് പറഞ്ഞ് ശോഭിച്ചിരിക്കുന്നത്. പക്ഷേ അരികിൽ ഇവിടെ ഈ ഭാഗത്ത് നല്ല JCBക്ക് തിരഞ്ഞ കാരണം ഇച്ചിരി കുഴിയുണ്ട്. ഈ കുഴിക്കത്താണ് മീൻ നിൽക്കണം. പക്ഷേ ഇനി കുഴിയിൽ നിന്ന് അപ്പുറത്ത് പാടത്തിൻ്റെ നടുക്കോട്ട് ഇച്ചിരി കരഭാഗമാണ്. കരഭാഗം എന്നല്ല, ഇച്ചിരി ചെളിയൊക്കെ ഉള്ള സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ തെളിവുണ്ട്. ഇച്ചിരി ഡാർക്ക് കളറാണ്. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ കാണാൻ പറ്റും. ഈ കളറുള്ള വെള്ളത്തിൽ നിന്ന് കാണില്ല. അപ്പോൾ അങ്ങോട്ട് മാറുമ്പോഴാണ് നമ്മൾ ഷൂട്ട് ചെയ്യണം കേട്ടോ. അത് കൊണ്ടുവരാ. റെഡിനിട്ടുണ്ട് റീലിന്റെ ട്രാഗ് വരെ എടുത്തിട്ട് പോണുണ്ട്. അത്യാവശ്യം മുഴുത്ത സാധനം. ഇവന് ഇത്ര നേരം നമ്മൾ അവിടെ നിൽക്കുമ്പോൾ എരുമ നിന്ന് വെച്ചാൽ ആ സൈഡിലേക്കൊക്കെ വരാൻ പറ്റണില്ല. വലിച്ച് ഇവന് ആ സൈഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പുല്ലിനെ ചുറ്റും എനിക്ക് തോന്നുന്നു. ഫൈറ്റ് ഉണ്ട്, നല്ല ഫൈറ്റ് ഉണ്ട്. പോകാൻ ചാൻസ് കുറവാണ്. നല്ല രീതിയിൽ കേറിയിട്ടുണ്ട്. ഡാർട്ടിന്റെ അകത്തൂടെ ഒരു പുല്ലെന്തോക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ ഇത്രയും വെയിറ്റ് വരുന്നു. ആ അയ്യോ, ബിലോപ്പി പെട്ട് താഴെ വീണ്. ബിലോപ്പി പോകുമ്പോ എടുക്കണം. പറ്റില്ല. ഷൂ ആണ്. ഷൂ വെള്ളത്തിലേ പെട്ടെന്ന് ചാടാൻ പറ്റില്ല. ആ ഗ്രിപ്പർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. രക്ഷപ്പെട്ട്. റെഡ് ബിലോപ്പി ആയിരുന്നു. അടിപൊളി. എവിടെയാണ് കൊണ്ടതെന്ന് പോലും കാണുന്നില്ലല്ലോ. ബിലോപ്പിനെ അടി കൊണ്ട് എവിടെയെന്ന് പോലും കാണുന്നില്ലല്ലോ. ഈ ചെകളയിലാണ് കയറി വെച്ചത്. ഉള്ളിലോട്ട് കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. ചെകളയിലാണ് കൊണ്ടുവച്ചത്. അതുകൊണ്ടാണ് അധികം ഫൈറ്റ് ചെയ്തിട്ട് വിട്ടു പോകാഞ്ഞത്. ആ ഓക്കെ. നമ്മുടെ ഷൂവിനകത്ത് വെള്ളം കയറി. സാരിയില്ല. ആ ഓക്കെ. ഇവിടെ തന്നെ നിൽക്കാട്ടെ. ഇവിടെ 2-3 കൂടെ ഇവിടെ ഈ ഏരിയയിൽ ആമ്പലിനകത്തൂടെ കറങ്ങി വരുന്നുണ്ട്. ആമ്പലും കൂടെ നോക്കാം. ഓക്കെ. ഇപ്പൊ സെയിം അടിച്ച് അതേപോലെ തന്നെ ഒരു റെഡ് തിലോപ്പിയ വരുന്നുണ്ട്. ഗുഡ്. ഷോട്ട് 10 മീറ്റർ ലോങ്ങിലാണെങ്കിൽ എന്താണ് അവൻ അടിച്ചതിന്റെ തലക്ക് തന്നെ. ഇവനെ അടിച്ച പോലെ തന്നെ കൊണ്ടാക്കണം. ചുണ്ട് ഭാഗത്ത് എവിടെയാണ് കൊണ്ടാക്കണം എന്ന് എനിക്ക് തോന്നുന്നു.
ആമ്പലി ചുറ്റാ തീർന്നു പണി. ആ ആമ്പലി ചുറ്റാ തീർന്നു പണി. ആ പോണ് നല്ല ചുവപ്പൻ കളറാണ് വന്നത്. എന്താ ഭംഗി അവന്റെ വരവ് നോക്കി. എനിക്ക് തോന്നുന്നത് ഈ കൊയ്പ്പൽ ഉടക്കി കഴിഞ്ഞാൽ പോകുന്നുള്ളതാണ്. ഡാർട്ടേ ചെകളിൽ തന്നെ കയറിയിരിക്കുന്നു. മറ്റവന്റെ കയറിയ പോലെ തന്നെ അവൻ ആ സൈഡിലേക്ക് തന്നെ പോയി. ദൈവമേ ഉടക്കോടാ ഇല്ല കൊയ്പ്പയുടെ പൊക്കത്തോട്ട് കയറിയാറും രക്ഷപ്പെട്ട്. അയ്യോ ഉടക്കിടാ നേരത്തെ ഉടക്കിയ പോലെ ഉടക്കിയതേ. ഇവിടെ സെയിം സ്പോട്ടിൽ തന്നെയാണ് കൊണ്ടത്. ഇതേപോലെ ഇരുന്ന് കറക്റ്റ് അവന്റെ കൊണ്ട് വെച്ചത് കണ്ടാ. സെയിം അതേ സ്പോട്ടിൽ തന്നെ. എന്റെ പൊന്നോ എന്റെ കളർന്ന് ടൈലെന്ന് നോക്കിയെന്ന് എന്റെ അമ്മ എന്താ കളർ നോക്കി. റെഡ് ടൈല് നല്ല കിടുക്കൻ കളറല്ലേ ഇത് കണ്ട. എന്താ കളർ സെറ്റപ്പ് കളർ. പെയിന്റ് അടിച്ചാണ് ആ കളർ അടിച്ചാക്കണ പോലെ ഇരിക്കണം എന്റെ. ദാട്ട് ഇപ്പുറത്ത് വന്നിട്ടുണ്ടോ? ആ ഇപ്പുറത്ത് എന്റെ എൻഡ് വന്നിട്ടുണ്ട്. ഇപ്പുറത്തോടെ തന്നെ എടുക്കേണ്ടി വരും കേട്ടോ നമുക്ക്. ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഊരി എടുത്തിട്ട് നമുക്ക് ഗ്രിപ്പറിലേക്ക് ഇടാം. ഓക്കെ അപ്പൊ ഇവിടെ തന്നെ നമുക്ക് കുറച്ചേരം കൂടെ നിക്കാട്ടാ. ആ കൊണ്ട് 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 അവനോട് കൊണ്ട് 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 ഇല്ല ഓടണം ഇല്ല ഓടണം. എന്താ ഓട്ടം എന്താ ഓട്ടം. ഇവിടെ വാടാ ആമ്പലിനകത്ത് കയറി. അടിപൊളി അടിപൊളി സാധനം കയറി. ആമ്പലി ചുറ്റിയടാ. ആമ്പലി ചുറ്റി. പോയില്ല 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 പോന്ന് 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 അവനെ സൈഡിലായിട്ട് ഓടിക്കറിയാണോ. അയ്യോ അയ്യോ അയ്യ അയ്യ പോന്ന് മോനെ അവൻ കേറിപ്പോന്ന് അങ്ങനെ പറയോ കേട്ടോ. സാധനം പൊളിയാണ നമ്മളായിട്ട് വട്ടാക്കിയവൻ. അവൻ ഇവിടെ വരും നടക്കാട്ടോട്. അപ്പൊ അവൻ കറങ്ങി 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 അവസാനം ആവുമ്പോ ഒന്ന് കയറി മോനെ. ഹെവി സാധനം 1/2 കിലോ 600-700 ഗ്രാം അല്ലേ. സാധനം നോക്കി പുള്ളിപ്പുലി പോലത്തെ സാധനം. അടിപൊളി മോനെ. ഓക്കെ നമുക്ക് കുറച്ചു നേരം അങ്ങോട്ട് പോയിട്ട് ഒന്നുകൂടെ നോക്കണം. നിർത്താട്ടെ മതിയായി. നമ്മുടെ 2 എണ്ണം കിടക്കുന്നത് ഇവനെ കൊണ്ടുപോയിട്ട് നമുക്ക് മറ്റേ 2 എണ്ണം നമുക്ക് നേരത്തെ 2 എണ്ണം കിട്ടിയോളല്ലേ. അപ്പൊ അവൻ സഞ്ചിക്കത്തിട്ട് ഇവിടെ വന്നിട്ട് 3 എണ്ണം കൂടെ കിട്ടി കേട്ടോ. ഉടുമ്പി പെരടകത്ത് ഇതിനകത്ത് എവിടെയെങ്കിലും കാണും. ഇതിനകത്തോട്ട് കയറിയ പടമാണ് കാണും ഉടുമ്പ് കണ്ടേ. ഇതിനകത്ത് എവിടെയെങ്കിലും കാണും. ഓക്കെ അപ്പൊ ഇവനെ നമുക്ക് നേരെ അഴിച്ചിട്ട് സഞ്ചിക്കത്തൊക്കെ ഇടാട്ടെ. ഇനി നേരെ കളർ മാറിയിരിക്കണത് അട്ടി കൊണ്ട് മരവിച്ചിട്ട് കളർ മാറുന്നത് നീല കളറ. ഓ ഓർമ്മയുണ്ട് കേട്ടോ. പുറകിലും കിട്ടാറുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ഊരിപ്പോൻ ചാൻസ് ഉണ്ട്. മുതുകിൽ അടി കൊണ്ടാകും. ഓലമടലേ ഇതിന്റെ അത്ര ദൂരത്തിലാണ് കിടക്കണേ അല്ലേ. പാളിപ്പാളിപ്പാളിയാണ് വന്നത്. ഇവിടെ കിടക്കുന്നുണ്ട്. ആ നന്നായിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. നല്ല തോട്ടപ്പടി വായി കൂടിയാണോ നോക്കണം. ആ കൊള്ള കിട്ടിക്കാൻ ഷൂട്ടാണ്. നിന്റെ ആ പള്ളി ഒന്നും പറയാനില്ല. കിട്ടില്ല ഷൂട്ട്. ഓട്ടപ്പടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടി കൊണ്ടിട്ട് കയറി എന്നൊക്കെ നടന്നു നോക്കുന്നത്. എനിക്കൊരു ഡൗട്ട്. ഞാൻ അതാണ് ആദ്യം ബലം പിടിക്കാൻ. ഇത് കണ്ട നല്ല തടിയൻ സാധനമാണ് കണ്ട. അടി ഇവിടെ കൊണ്ട് കൊണ്ടിട്ടത് അവൻ്റെ കവിള് ഭാഗത്തോട് താഴെ കൂടിയാണ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ല. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം ഉരുടെടുക്കാം. നല്ല ഡീപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അടി എത്രത്തോളം ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടെന്ന് അറിയില്ലായിരുന്നു. ലോക്കിലായിട്ടുണ്ടെന്നുള്ള ഒരു ഡൗട്ടിലായിരുന്നു. അതുകൊണ്ടാണ് പതിയെ വലിച്ചെടുത്തത്. എന്നുണ്ട് പിന്നെ ഫസ്റ്റത്തെ ഷോട്ട്? ഫസ്റ്റ് ഷോട്ട് അല്ലേ? ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് മീൻ. അത്ര എന്തോരം കാണൂടാ കുഞ്ഞാപ്പി? 1 കിലോ ഇല്ല, 1/2 കിലോ സൈസ് ആയിരിക്കും അല്ലേ? ഗ്രിപ്പറെടുത്തരാ ഞാൻ. ഗ്രിപ്പറിലിട്ട് പോവാ. കൈ കൊണ്ടവിടല്ലേ? കയ്യിലടുക്കാതെയല്ലേ? അത് കയ്യിലടുക്കാതിരിക്കാനായിട്ടാണ് ഗ്രിപ്പറിട്ട് ഇടിക്കാനുള്ള. എൻ്റെ ചുണ്ടിലിട്ട് ചുണ്ട് ചെറുതാണ്. പെട്ടെന്ന് ചുണ്ട് പറഞ്ഞു പോകും കേട്ടോ. നോക്കണം കേട്ടോ. ഞാൻ ചകളയെ കൂടെ ഇടാം. ചുണ്ട് വിട്ടു കിടക്കുമ്പോൾ തന്നെ. ചെകളയിലും ചുണ്ടിനകത്തും കൂടെ ഇടാം. നിങ്ങൾ തുണിക്കുള്ള അല്ലെങ്കിൽ വിട്ടു പോകുമ്പോൾ തന്നെ ചുണ്ടില്ല അതിന്.
ചുണ്ടില്ലാത്ത തിലോപ്പി. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ ആദ്യത്തെ മീൻ കെട്ടുണ്ട് ഏകദേശം ഒരു 1/2 കിലോ കേട്ടോ. നല്ല തീറ്റ തിന്ന് നല്ല വയറ് നിറഞ്ഞിരിക്കുന്ന തിലോപ്പിയാണ്. ഫസ്റ്റ് നമ്മൾ വന്നപ്പോൾ തന്നെ ഇൻട്രഡക്ഷൻ ഒക്കെ എടുത്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ലൈറ്റിങ്, ഭയങ്കര ഇരുട്ടായിരിക്കുന്നത്. ഭയങ്കര നല്ല ഡാർക്ക്നെസ് ഉണ്ട്. ഇപ്പോൾ ഈ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മീൻ. നമ്മുടെ പുതിയ ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ നടന്നതിന് ശേഷം ആദ്യമാണ് ഒരു മീൻ കണ്ടത്. അപ്പോൾ അതിനടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ടൊക്കെ സ്പോട്ട് ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം കേട്ടോ. ഞാൻ റാഗത്തിൽ ലൂസ് ചെയ്തിട്ടാക്കിയായിരുന്നു. ഒരു നല്ല ഫൈറ്റ് ഉണ്ട് കേട്ടോ. നല്ല വാലിലാണോ ഉണ്ടാക്കണേ? നല്ല ഫൈറ്റ് ഉണ്ട്. ആ വാലിലാണ് ഉണ്ടാക്കണം. നല്ല ഫൈറ്റ് ഉണ്ട്. വാല് ഭാഗത്താണ് ഉണ്ടാക്കണം. അതാണ് നല്ല ഫൈറ്റ് വരുന്നുണ്ട്. നൂരി പോകാനില്ല. പാസ് ചെയ്തോ? അത് വലുതാണല്ലോ. ആ ഇത് റെഡാ. ഇവിടെ വാലിന്റെ നീ ഉണ്ടാക്കണ സ്പോട്ട് നോക്കി വെച്ചാൽ പൊള്ളി സ്ഥലത്താണ് ഉണ്ടാക്കണത്. ഏറ്റവും എൻഡിന് നല്ല പിടുത്തം പിടിച്ചു കേട്ടോ. എന്നിട്ട് ഇത് ആദ്യം ലൂസ് ചെയ്താൽ ലൂസിന് നല്ലോണം ഓടി തിരിച്ചു വന്നപ്പോഴുള്ള പിടുത്തം പിടിച്ച മൊത്തം. ഇത് ഏകദേശം 1/2 കിലോ തന്നെ ഉണ്ടാവും അല്ലേ? 400 ഗ്രാം കാണും. 150 ഗ്രാം. നേരത്തെ കിട്ടുന്നേക്കാൾ ഒരു ഇച്ചിരി കൂടി സ്വല്പം കൂടി ചെറുതാണ്. വണ്ണം കുറവാണ്. പക്ഷെ ഷേപ്പിനും വ്യത്യാസമുണ്ടല്ലേ? ഓക്കെ, രണ്ടാമത്തെ ഒന്ന് കയറി. അത് സെയിം സ്പോട്ടിൽ തന്നെ നമ്മൾ ആദ്യത്തെ ഷൂട്ട് ആ മീൻ കിട്ടി. രണ്ടാമത് നമ്മൾ അത് ഗ്രിപ്പറിലേക്ക് ഇട്ടിട്ട് ഷൂട്ട് ചെയ്ത സമയത്ത് തന്നെ കേട്ടോ അടുത്തന്നെ കിട്ടിയത്. ആ സ്പോട്ടിൽ നിന്ന് നമ്മൾ മാറിയിട്ടില്ല സ്പോട്ടിൽ നിന്ന്. ഇപ്പം ഇതിനും കൂടെ ഗ്രിപ്പറിൽ ഇട്ട് തരാം അല്ലേ? എവിടെ എന്താ കിടക്കും? ഒരു ഞണ്ട് നിപ്പുണ്ട് കേട്ടോ. ഞണ്ടിന് അടിച്ചു നോക്കാം. കുഞ്ഞു ഞണ്ടാണ്. കുഞ്ഞിനെ കളിക്കാൻ. ആ ഞണ്ട് കിട്ടി. കുഞ്ഞിന് കളിക്കാൻ. അത് കടിക്കട്ടെ. ഇത് കട്ടൻ ഞണ്ടാണ്. അത് കടിക്കൂല. കാലിൽ മറ്റേ ഈർക്കിൽ വെച്ചിട്ട് അതെ, 2 കാര്യങ്ങൾ കടിക്കും. കടിച്ചു കഴിയുമ്പോ പിന്നെ അത് വിടൂല. പിന്നെ കുഴപ്പമുണ്ടാവൂല. ഉണ്ടാ എന്നെ കടിക്കാൻ മഞ്ഞ് ചെരുപ്പൂരി തന്നെ കുഞ്ഞുണ്ട്. അതിന് ഡാർത്തൊന്ന് കുരുത്തിയാക്കട്ടെ. അത് അടിയോട് ചത്തിട്ടില്ല. സൈഡിൽ അടി ഉണ്ടാക്കണം. അത് കാരണം ആ ഒരു സൈഡിൽ മാത്രമേ കുഴപ്പമുള്ളൂ. ആ ഓടിച്ചേരാം. ഞണ്ടൊക്കെ റെയറാണ് കേട്ടോ. നാളുകൾക്ക് ശേഷം എനിക്ക് ഓരോന്നൊക്കെ കിട്ടുന്നത് കണ്ട. ശരിക്കും നല്ല ഞണ്ടാണ് കേട്ടോ. റെഡിൽ പറ്റ ഞണ്ട. ഇത് കാല് തന്നെത്താനെ ഓടിക്കേണ്ടതാണ് ഇവൻ. പക്ഷെ അവൻ അടി കൊണ്ടാണ് മര വെച്ചിരിക്കുക. പിടിച്ചോ ഞണ്ട്. കാലിൻ്റെ ഉള്ളിൽ കൊണ്ട് കൈ വെച്ച് കൊടുക്കരുത്. ഉള്ളിൽ കൊണ്ട് കൈ വെച്ചെടുത്താൽ കടിക്കും. ഇതേ കഴമ്പൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. അടി കൊണ്ട് വശമാണ്. കുഞ്ഞൻ ഞണ്ട്. എന്നാ പിടിച്ചു. കുഞ്ഞിനെ കളിക്കാനായി. എന്നാ അടിപൊളി അടിപൊളി. പ്രതീക്ഷിക്കാനാണ് കിട്ടണത്. ഞണ്ടൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴായിട്ട് അറിയണം ശരിക്കും. തിലോപ്പി വരാല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കി നടക്കണായിരുന്നു. വാഗയുണ്ട് ഇന്നത്തെ. വാഗ ചേർമീനോട് വാഗയുണ്ട്. അത് ഒറ്റടിക്ക് ചത്തു. ഞണ്ടിന്റെ ഓട്ടി പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ വെള്ളം പോയി കഴിഞ്ഞാൽ ചത്തു പോകും. അതിന്റെ ബ്ലഡാണ് ഓട്ട് അതിനകത്ത് വന്നത്. ആ അത് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ചത്ത അതിന്റെ പരിപാടി തീർന്നു. നിങ്ങൾക്ക് അങ്ങോട്ട് മാറി നോക്കാം. ഞാൻ നോക്കിയപ്പോ നമുക്ക് സാധനം അടിയിലേക്ക് മാറിയിട്ട് നിങ്ങളുടെ കയറി അതിന്റെ കാലൊടിച്ചോണ്ടാന്ന് തോന്നുന്നു. നോക്കി ഇവിടെ കൂലി വന്നിട്ടില്ല. ഇവിടെ കൂലിയാ തൊളിയടിച്ചാണ്. എനക്കില്ലല്ലോ. എനിക്ക് ഇതിനെ കളിക്കാൻ വേണം. ഇങ്ങോട്ടില്ലേ ഇത് സൗണ്ട് അതെങ്കിലും അത് തനിക്ക് കളിക്കാം. സൂപ്പർ സാധനമല്ലേ? അടിപൊളി. ഇഷ്ടപ്പെട്ടത്? ആ അത് കിട്ടും. അപ്പൊ അടുത്ത കാലം അതിന്റെ എല്ലാം പെറുക്കിടില്ല. മീനൊക്കെ പെറുക്കിടും. ഇരുട്ട് പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു എത്ര മണിയൊക്കെയാണ്? ഒരു 5:30 5 മണിയായല്ലേ? ആ ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ നേരം കൂടെ അപ്പുറത്തെ സ്പോട്ടിലൊക്കെ പോയി നോക്കിയിട്ട് നിർത്താം. അപ്പോൾ അതെ ഗൈസ്,
കിട്ടിയ മീൻ നമുക്ക് കാണിച്ചു തരാം. അത്യാവശ്യം കുറച്ച് മീൻ അധികം മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കിട്ടിയ മീനെല്ലാം കാണിച്ചു തരാം. കുറച്ച് മീൻ ചത്തിട്ടുണ്ട്, കുറച്ച് മീൻ ചത്തിട്ടില്ല കേട്ടോ. ഇവിടെ എല്ലാ സ്ഥലത്തും നല്ല പുല്ലുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഈ പുല്ലിൻ്റെ അവിടെ തന്നെ ഇടാം. എന്താണെങ്കിൽ ഇതൊക്കെ നമ്മൾ സ്ലിങ് ഷോട്ടിൽ നമുക്ക് കിട്ടിയ സാധനങ്ങളാണ്. എല്ലാം ഏകദേശം ഒരേ ടൈപ്പ് തന്നെ അല്ലേ കുഞ്ഞു? ഇതിനകത്ത് നമുക്കൊരു ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഞണ്ട് അടിയിലായിപ്പോട്ടെ. ഇപ്പം നമുക്ക് ആദ്യം എടുത്ത് മാറ്റി വെക്കാം. ബാക്കിയുള്ള നമുക്ക് നിരത്തി വെക്കാം നമുക്ക്. ഇത് മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞാൽ ചെറുതാന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും തിലോപ്പിയാണ് നമുക്ക് നീട്ടിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ ഏകദേശം 1/2 കിലോ 600-700 ഗ്രാം സൈസ് ഒരുത്തനുണ്ട്. ഇവൻ ഇതിന്റെ മേലെ ഇരിക്കട്ടെ. നോക്കിയേ എങ്ങനെയുണ്ട്? അപ്പൊ ഇത്ര മീനൊന്നും നന്നായിട്ടൊന്ന് കാണിച്ചു കൊടുത്ത്. അതായത് നമുക്ക് കിട്ടിയ ഇത്രയും മീനാണ് നമുക്ക് നീട്ടിയത്. ഷൂട്ട് ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് ഷൂട്ട്. നമ്മൾ ആദ്യം സ്പോട്ടിൽ ചെന്നപ്പോൾ തന്നെ അവിടെ കുറച്ച് ശോകമായിരുന്നു ഫിഷിങ് മൊത്തം. 80 അപ്പോൾ ഇത്ര മീനാണ് കിട്ടിയത്. പക്ഷേ ആദ്യത്തെ സ്പോട്ടിൽ ചെന്നപ്പോൾ കുറച്ച് ശോകമായിരുന്നു. നമുക്ക് ആദ്യത്തെ സ്പോട്ടിൽ നിന്ന് ഒരു 3 എണ്ണം അല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് മീൻ കിട്ടിയത് മൊത്തം. അപ്പോൾ എൻ്റെ അടുത്ത് ഇന്നലത്തെ നമ്മൾ കിട്ടിയ 2-3 ഷോട്ട് അല്ലേ, 3 ഷോട്ട് കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ എൻ്റെ പാടായിരിക്കും. ഓക്കെ, അപ്പോൾ മച്ചാൻ പറഞ്ഞത് നമ്മൾ ഇത്ര മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ പിടുത്തം കൊണ്ട് നമ്മൾ നിർത്തുവാണ് കേട്ടോ. കാരണം ഏകദേശം ഉച്ചക്ക് ഇപ്പോൾ എത്ര ഒരു 1:30 കാണിയല്ലേ, 1:30 കാണും. അപ്പോൾ നമ്മൾ നിർത്തുവാണ്. അപ്പോൾ ഇത്ര മീനും കൊണ്ട് പോകണം. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയാൽ 8 എണ്ണം അല്ലേ? ഇത് 8 എണ്ണം. ഇന്നലെ കിട്ടിയ 2 എണ്ണം കൂടെ കിട്ടി 10 മീനും 2 ഞണ്ടിൻ്റെ ഷൂട്ടുമാണ് മൊത്തത്തിലുള്ളത് നമുക്ക്. അപ്പോൾ ഓക്കെ, എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ കുഞ്ഞുമാണ് നമ്മുടെ ക്യാമറനായിട്ട് വീഡിയോയിലുള്ളത് കേട്ടോ. കുഞ്ഞാ, അപ്പോൾ ഓക്കെ നമുക്ക് നിർത്തിയാലോ? അപ്പോൾ തനിക്കൊരു ഞണ്ടിലേക്ക് കിട്ടുന്നത്. അതെ, നമ്മുടെ 2 കൂട്ടുകാരന്മാരോട് നമ്മുടെ ഫിഷിങ് കാണാൻ വേണ്ടി ചൂണ്ടയൊക്കെയായിട്ട് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഉച്ച സമയത്ത് വന്നിട്ട് മീനൊന്നും അടിച്ചില്ലല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഷിങ് നിർത്തണം. അതെ, കുഞ്ഞ് ഞണ്ടിനെ എടുത്തിട്ട് പോയിട്ടുണ്ട്. കുഞ്ഞാ, ഞണ്ടിനെ വേണം എടുത്തു വന്നാ. അപ്പോൾ എന്തായാലും ഒരു ബൈ ബൈ പറഞ്ഞേക്ക് എല്ലാവർക്കും. ഓക്കെ, ബൈ ബൈ.